റിലീജിയസ് എന്ന ട്രാപ്പ് വിട്ട് റിലേഷൻ എന്ന ബന്ധത്തിലേക്ക് നമ്മൾ വരണം. മതത്തോടുള്ള പ്രതിബദ്ധത വിട്ട് നമ്മളൊരു മതത്തിന്റെ ആൾക്കാരല്ല, നമ്മൾ ബന്ധത്തിന്റെ ആൾക്കാരാണ്. ഇന്നിവിടെയുള്ള ദൈവമക്കൾക്ക് എല്ലാവർക്കും ഒരു സാക്ഷ്യം പറയാനുണ്ട് അല്ലേ? ഈ ഭൂമിയിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ഡേറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അവിടെ മുതലാണ് നമ്മൾ കർത്താവുമായിട്ടുള്ള ദൈവ കുടുംബത്തിലെ അംഗമായത്. ദൈവത്തിന് സ്തോത്രം. എനിക്കും അതിനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എനിക്ക് 48 വർഷത്തിന് മുൻപ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് എൻ്റെ കൂടെ, ഞാൻ കർത്താവിൻ്റെ കൂടെ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറയും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടോ? അതോ കർത്താവിനെ ഇട്ട് ചുമ്മാ ഓടിക്കുകയാണോ? കൂടെ വരാൻ കർത്താവ് കിടന്ന് ഓടുകയാണോ? നമ്മൾ കർത്താവിൻ്റെ കൂടെയും കർത്താവ് നിങ്ങൾ എന്നോട് അടുത്തു വരുവി, ഞാൻ നിങ്ങളോടും അടുത്തു. നമ്മുടെ ഭാഗത്തുനിന്നും ഈ മതത്തിൻ്റെതായ പ്രതിബദ്ധതകൾ വിട്ട് ദൈവിക ബന്ധത്തിന്റെ ആഴത്തിലേക്ക് വരാനിടയാകണം. സ്തോത്രം. ഒരു മതത്തിന്റെ വക്താക്കളായിരുന്ന നമ്മെ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹവും അതിന്റെ വിലയും എന്താണെന്നറിയാമോ? കാൽവറിയിൽ നമുക്ക് വേണ്ടി കൊടുത്ത വിലയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി വളരെ വില കൊടുക്കേണ്ടതായിട്ട് വന്നു. ആരാധനയ്ക്ക് വിടാതെ, വീട്ടിൽ കയറ്റാതെ ഒക്കെയുള്ള പ്രശ്നങ്ങൾ ആദ്യകാലങ്ങളിൽ വന്നെങ്കിലും അവരോരോരുത്തരായി കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നു. എൻ്റെ ഒരു സഹോദരി കുടുംബം ഒഴിച്ച് ബാക്കിയുള്ള ഞങ്ങൾ 7 മക്കളാണ്. ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ മാതാപിതാക്കൾ സഹിതം കർത്താവിൻ്റെ കൃപയിലേക്ക് കടന്നു വരുവാനിടയായി. ദൈവം നല്ലവനാണ്. മതത്തിന് ജീവനില്ല ദൈവമക്കളെ, എന്നാൽ ബന്ധത്തിന് ജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ യഹോവയുടെ നാമം നമുക്ക് ബലമുള്ള ഗോപുരമാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് ഓർപ്പിക്കാനായിട്ടുള്ളത്, മത ആചാരങ്ങളെ വിട്ട്, സ്തോത്രം, മതത്തിന്റെ ആചാരങ്ങളെയെല്ലാം വിട്ട് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു രൂപാന്തരത്തിലേക്ക് വരണം. ഉദാഹരണം, നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒന്നും പഞ്ഞമില്ല, ഉണ്ടോ? പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുക. അല്ലാതെ ഞാൻ ഈ ആണ്ടിൽ എത്ര ഉപവസിച്ചു? ഒരു 2:21 ഇരുന്ന്. എന്നാ ഗുണം? ദൈവത്തിനാണോ ഗുണം, നമുക്കാണോ ഗുണം? ദൈവത്തിന് സ്തോത്രം. അതപ്പോ എന്നിൽ ആ ഉപവാസം കൊണ്ട് എന്നിൽ എന്ത് രൂപാന്തരം നടന്നു? ആദ്യത്തെ 21 ഇരുന്നപ്പോ ഞാൻ തീരുമാനിച്ചു ഇനി നുണ പറയത്തില്ലെന്ന്. അതിന് ഉപവസിച്ചവരില്ല, ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടോ? ഏജിയിലെ കാര്യമല്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ട ഞാൻ നിങ്ങളെ വഴക്ക് പറയുന്ന പോലെ ഇരിക്കുന്നു. ഏജിയിൽ എല്ലാവരും വെടുക്കരാ. ഇവിടെ കടന്നു വന്ന സഹോദരിമാർക്കൊന്നും അങ്ങനത്തെ നല്ല സ്വഭാവങ്ങളൊന്നുമില്ല. ഉണ്ടോ? SMS വിടത്തേ ഉള്ളൂ, അല്ലാതെ പരിപാടി വേറൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. എൻ്റെ ദൈവമക്കളെ, ട്രാൻസ്ഫോർമേഷൻ നടക്കണം. നമ്മളിലെല്ലാം ഇതുണ്ടെന്ന് പ്രസംഗിക്കുന്ന എന്നിലും ഉണ്ട് ഇതൊക്കെ. പക്ഷെ ഓരോ ദിവസവും നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എന്നെ രൂപാന്തരത്തിലേക്ക് നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആരും ഇവിടെ തികഞ്ഞവരല്ല. കൊലോസ്യ ലേഖനം 4:12 പറയുകയാണ്, കൊലോസ്യ വിശ്വാസികൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമാകേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നു. ഉറങ്ങല്ലേ. നല്ല ഒന്നാന്തരം വചനം പറയുമ്പോ ഉറങ്ങല്ലേ. ഉറങ്ങിയാ ഞാൻ അങ്ങ് വരും മൈക്കും കൊണ്ട്. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട ഞാൻ ഉറങ്ങാനാണെങ്കിൽ 1ാം സ്ഥാനത്ത് ഞാൻ ഉറങ്ങണം. അതുകൊണ്ട് ദൈവം ഏതോ ഉറങ്ങല്ലേ. ഉറക്കം വരുന്നവര് പുറകിൽ പോയി എണ്ണിച്ചു നിന്നോണം. എന്നാലും ഈ വചനം കേട്ടേച്ചേ പോകാവൂ. മനസ്സിലാകുന്നുണ്ടോ? നമുക്കിവിടെ സമയം വേസ്റ്റാക്കാനില്ലെന്നേ.
കർത്താവ് വേണ്ട വരുന്നെന്ന് പറഞ്ഞേച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് ഉറങ്ങി. ഇല്ല, വേണ്ട വേണ്ട വേണ്ട, ഉറങ്ങണ്ട. ട്രാൻസ്ഫോർമേഷൻ നടക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ ഏറിയകളിൽ രൂപാന്തരത്തിന്റെ പ്രക്രിയ നടത്തുവാനായിട്ടിടയായി തീരട്ടെ. ഹല്ലേലൂയ. മൂന്ന് കാര്യം ഞാൻ ആദ്യം പറയുക. ഒന്നാമത്തത്, മതത്തിന്റെ പ്രതിബദ്ധത വിട്ട് മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ബന്ധത്തിലേക്ക്, ദൈവിക ബന്ധത്തിലേക്ക് വരണം. രണ്ടാമത് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞേ, ആചാര അനുഷ്ഠാനങ്ങളെ വിട്ട് നാം രൂപാന്തരത്തിലേക്ക് വരണം. നാം ആരാധിക്കുമ്പോ നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ സിംഹാസനം എല്ലാം ഇങ്ങ് താഴെ പോരുമെന്ന്. ചുമ്മാ ആണെന്നേ. ദൈവത്തിന്റെ സിംഹാസനം എന്നേക്കും സ്വർഗത്തിൽ. പിന്നെ അല്ലേ, ആ വാക്യം മറന്നേച്ച് നമ്മൾ പറയും സ്തുതികളിന്മേൽ അധിവസിക്കുന്നതിനെ മര്യാദയ്ക്കിരുന്നോണ്ടല്ലേ ഞാൻ സ്തുതിച്ചില്ലെങ്കിൽ നീ ഇങ്ങ് പോരുമെന്ന്. ഞാൻ സ്തുതിക്കുന്നോണ്ടാണ് നീ അവിടെ ഇരിക്കുന്നത്, ഞാൻ സ്തുതിച്ചില്ലേ നീ ഇങ്ങോട്ട് പോരുമെന്ന്. ചുമ്മാ ആണെന്നേ. നാം സ്തുതിച്ചില്ലേ നമുക്ക് പോയി. അവിടെ കോടാനുകോടി ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എന്നാലും തന്റെ പുത്രന്റെ ചോര കൊണ്ട് പിശാചിന്റെ പിടിയിൽ നിന്ന് വീണ്ടെടുത്ത ഒരു ദൈവത്തിന്റെ പൈതൽ സാത്താന്റെ അധീനതയിലുള്ള മണ്ണിലിരുന്നു കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ. നാം ദൈവത്തിന് മഹത്വമാകുമ്പോൾ, സ്തോത്രം, ഭൂമിയിൽ നാം അനുഭവിക്കുന്നത് സമാധാനം. ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. എഫേസ്യ ലേഖനം 3:10 വായിച്ചു നോക്ക്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ കറക്റ്റ് പർപ്പസ് എന്താന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എഫേസ്യർ 3:10. അങ്ങനെ ഇപ്പോൾ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം കേട്ടോ, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ദൈവത്തിന്റെ മക്കളിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടണം. അപ്പോഴാണ് എന്തോ വരുന്നത്, ദൈവത്തിന് മഹത്വം. മനസ്സിലാവുന്നുണ്ടോ? ദാനിയേൽ കുഴി വീണ കഥ പറഞ്ഞിരുന്ന ഇപ്പൊ ഈ ശീലാന്തി പറിച്ചേന് നമ്മളെ ഇടാൻ കൊള്ളാമോ? നമ്മളെ ഇടാനും കൊള്ളത്തില്ല. ഇത്രയും വചനം കേട്ടാലും നമ്മളെ ഇടാൻ കൊള്ളത്തില്ല. ദൈവത്തിന്റെ മഹത്വമെന്ന് നമ്മൾ 100 വട്ടം പറയുമ്പോഴല്ല, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സാത്താനെ തോൽപ്പിച്ചുകൊണ്ട് ഈ മണ്ണിൽ നമ്മൾ അത് വെളിപ്പെടുത്തുമ്പോൾ, നമ്മുടെ സ്വന്തം ബലം കൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനം ഈ മണ്ണിൽ വെളിപ്പെടുത്തുമ്പോൾ, സഭയിലൂടെ വെളിപ്പെടുത്തുമ്പോൾ, ദൈവത്തിന് മഹത്വം വരികയാ. ദൈവത്തിന്റെ പൈതൽ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ് അതാ. എഫെസോസിലെ വിശ്വാസികളെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് അതാ. എന്താണ്? അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. അതിന്റെ കീഴെ വരയ്ക്കേ. ഏതായാലും പേന കയ്യിലുണ്ട്, കൊടുക വരാ. യഹോവന്റെ ഇടനാകുന്നെന്ന് വരച്ച് കുത്തുവാള എടുത്തിട്ടിരിക്കുക. വരച്ചു. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാന്നറിയാമോ? കർത്താവെ, എന്നെ രക്ഷിച്ചത് കൊണ്ട്, എന്നെ വീണ്ടെടുത്തത് കൊണ്ട്, എന്നെ ഓരോ ദിവസവും സംരക്ഷിക്കുന്നത് കൊണ്ട്, ഒരിക്കലും ആർക്കും കൊടുക്കാത്ത പരിശുദ്ധാത്മാവിനെ എന്നിൽ പകർന്നത് അരിക്കും തുണിക്കും വേണ്ടി സത്യാഗ്രഹം ചെയ്യാനല്ല, എന്റെ കൂടെ നിന്നോണം, എന്റെ കൂടെ വന്നോണം. അരിക്കും തുണിക്കും വേണ്ടി 21-40 വിരുന്ന് ശരീരത്തിൽ അൾസർ പിടിപ്പിക്കാനല്ല. ഹല്ലേലൂയ. നിന്റെ ജ്ഞാനം എന്നിലൂടെ വെളിപ്പെടണമേ, നിന്റെ ശക്തി എന്നിലൂടെ വെളിപ്പെടണമേ, നിന്റെ കൃപ എന്നിലൂടെ വെളിപ്പെടണമേ. ഓ റബലവ ശന്തനാദികസ്കരാദിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ
പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന സകല ദൈവമക്കളും ട്യൂബ് ലൈറ്റ് പോലെ ഇരിക്കല്ലേ. ട്യൂബ് സ്വിച്ച് തൊട്ടാലും 1 മിനിറ്റ് കഴിഞ്ഞേ കത്തുള്ളൂ. നമുക്കൊരു ചിന്തയുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്, ഇനിയിപ്പൊ ഇങ്ങനെ അങ്ങ് പോയാ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ അറിവ്. അങ്ങനല്ല. സമാധാനത്തിന്റെ ദൈവം 1 തെസ്സലോനിക്കർ 5:10-5:22 സമാധാനത്തിന്റെ ദൈവം നിന്നെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ശരീരവും നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും അവന്റെ വരവിങ്കൽ ആശേഷം അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ ഈ 3 പോർഷനിലും വിടുതൽ നടക്കുന്നില്ലെങ്കിൽ കർത്താവിന്റെ കയ്യിൽ നിന്ന് കൈവിടപ്പെട്ടു പോകുമെന്നൊരു ഭയം നമ്മുടെ നടുവിലുണ്ടാകണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇന്ന് ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. സ്തോത്രം. എടുക്കേ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായി. കേട്ടോ, രക്ഷിക്കപ്പെട്ടെന്നും പറഞ്ഞിരിക്കുക. ആരാ? ഫിലിപ്പിയിലെ വിശ്വാസികൾ. നമ്മള് ഡിപ്പാർട്ട്മെന്റിലൊന്നും. ഇത് ഫിലിപ്പിയർക്ക് വേണ്ടി എഴുതിയതാ അല്ലേ? ഫിലിപ്പിയർ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എല്ലായ്പ്പോഴും ഭയത്തോടും വിറയലോടും കൂടെ. അതെന്തുവാ? രക്ഷപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടോന്ന് ഒനി മിണ്ടുകയല്ല. ഞാൻ വകുപ്പ് വേറെയാന്ന് അറിഞ്ഞിട്ടാ എന്നെ വിളിച്ചത് അല്ലേ? സ്തോത്രം. എനിക്ക് ഈ ഉടായിപ്പ് പരിപാടി ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാനൊക്കെ വില കൊടുത്തിറങ്ങിയതാ. മനസ്സിലാവുന്നുണ്ടോ? ഭക്തിയുടെ പാരമ്പര്യമൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങളൊക്കെ അനുഭവിച്ചിറങ്ങിയവരാ. അറിവിന്റെ ലോകം നമുക്കില്ല, അഭിനയത്തിന്റെ ലോകം നമുക്കില്ല. ഹല്ലേലൂയ. അനുഭവിച്ചിറങ്ങിയെങ്കിൽ അടുത്ത തലമുറ അറിവിലേക്ക് വന്നു. എന്നാൽ ഇപ്പോഴത്തെ തലമുറ അഭിനയത്തിന്റെ ലോകത്തിൽ നിൽക്കുകയാ. അതുകൊണ്ട് അത് നടക്കത്തില്ല. യേശുവിനെ തൊട്ടറിഞ്ഞേ പറ്റൂ. യേശുവിനെ തൊട്ടറിഞ്ഞേ പറ്റൂ. അത് വേണമെങ്കിൽ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി. അതെന്തുവാന്നൊന്ന് പറഞ്ഞേച്ച് ഞാൻ വാക്യത്തിലോട്ട് വരാം. ഈ വാക്യം വായിക്കാൻ കുനിയുന്നോര് പിന്നങ്ങ് വായിച്ചോണ്ടിരിക്കല്ല. ഹോംവർക്കുണ്ട്, അത് വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. പിന്നെ നോക്കുകയില്ല. നീ അവിടെ കിടന്ന് പറ, ഞാനിവിടെ വായിച്ചോണ്ടിരിക്കുക. ആ പരിപാടി ഒന്നും നടക്കുകയില്ല. വാക്യം വായിക്കുക, തല ഉയർത്തുക. ഞാൻ അത്ര കാണാൻ കൊള്ളാത്ത ഒരാൾ വന്നല്ലോ. 10 മിനിറ്റ് എന്നെ നോക്കിക്കൊണ്ടിരിക്കാമല്ലോ. ഇല്ല, ഇന്ന് നോക്കിയേ ഒക്കത്തുള്ളൂ. ഇവരെ എവിടുന്ന് കൊണ്ടുവന്നല്ലേ? സ്തോത്രം. എന്റെ ദൈവമക്കളെ, ഇത് യിരെമ്യാവ് പറയുന്ന പോലെ കേട്ടോ. ഇതകത്തടയ്ക്കപ്പെട്ടിട്ട് തീ കത്തുന്നത് പോലെ അകത്ത്. എത്ര ദിവസമായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാന്നറിയാമോ? നിങ്ങളെ ഞാൻ മുഖാമുഖം കണ്ടിട്ടില്ലെങ്കിലും ഓരോ മെമ്പേഴ്സിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവാത്മാവ് ഇങ്ങോട്ട് അയച്ചതെങ്കിൽ ഇന്നിവിടെ വീഴുന്ന ഓരോ വചനവും ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാ. വെറുതെ പറഞ്ഞേച്ചു പോകാനുള്ളതല്ല. നമുക്ക് വേണ്ടി ദൈവം പകരുന്ന ദൈവിക വചനത്തിന്റെ ശക്തി. യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക മേഖലകളും എല്ലാ സാത്താന്യ മേഖലകളും യേശുവിന്റെ നാമത്തിൽ
ദൈവജനത്തിന്റെ ഇടയിൽ നിന്ന് അഴിഞ്ഞ എന്ന് കൽപ്പിക്കുകയാ. ഫീസ് കൊടുത്ത് പഠിക്കാൻ, ഈ വചനത്തിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫീസ് കൊടുത്ത് പഠിക്കാൻ വയ്യാത്ത ഒരു കൊച്ചിനെ ധനവാനായ ഒരു മനുഷ്യൻ അവന്റെ ഫീസ് മുഴുവൻ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പഠിക്കുകയെന്ന് അങ്ങ് വിചാരിച്ചു. എഞ്ചിനീയർ പഠിത്തത്തെ 4 വർഷത്തെ ഫീസ് ഈ ധനാഢ്യനായ മനുഷ്യൻ കൊടുത്തു എന്നും പറഞ്ഞവൻ എഞ്ചിനീയർ ആയോ? ഇതാ ക്രിസ്തു ക്രൂശിൽ ചെയ്തതാണ്. ഹല്ലേലൂയ. ക്രിസ്തു ക്രൂശിൽ ചെയ്തത് എന്തുവാ? അവൻ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ഈ മണ്ണിൽ ആരുമില്ലാതിരിക്കുമ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ ഇരുത്തുവാൻ ഇവിടെ ആരുമില്ലാതിരുന്നപ്പോൾ കാൽവറിയിൽ അവൻ വിളിച്ചു പറഞ്ഞു, ടെൻഡലസ്റ്റായി ഞാൻ കൊടുത്തു വീട്ടിയെന്ന്. ടെൻഡലസ്റ്റായി ഞാൻ കൊടുത്തു വീട്ടി എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മളങ്ങ് തികഞ്ഞെന്നാന്നു അല്ല. ഫിലിപ്പിയിലെ വിശ്വാസികളോട് അപ്പോസ്തലൻ പറയുക, രക്ഷയ്ക്കായി എന്ത് ചെയ്യുക? പ്രവർത്തിപ്പീ എന്ന് പറഞ്ഞ രക്ഷിക്കപ്പെട്ട നിലവാരത്തിലേക്ക് വരാൻ ഇനിയും നമുക്ക് വർക്കൗട്ട് ഉണ്ടെന്ന്. അതിലൊരു സൂത്രമായി ഈ കൂട്ടായ്മ. ഇവിടെ വരുമ്പോൾ രക്ഷയ്ക്കായി വളരേണ്ടതിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ, ആത്മാവിൽ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം കാൽവറിയിൽ ചൊരിഞ്ഞ വിടുതല്. കാൽവറിയിൽ എനിക്ക് വേണ്ടി എന്തെല്ലാം വിട്ടിട്ടുണ്ടോ, തന്നിട്ടുണ്ടോ, അതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ എന്റേതാക്കി എടുക്കുക. അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. അപ്പോ അഭിനയം വിട്ട് എവിടെ വരണം? എക്സ്പീരിയൻസിലേക്ക് വരണം, യാഥാർത്ഥ്യത്തിലേക്ക് വരണം. 3 കാര്യം ഞാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പറയുന്നതുകൊണ്ട് നിങ്ങൾ അവരേതാണ്ടെല്ലാം കിടന്ന് അലറിയേച്ച് പോയെന്നൊന്നും ഞാൻ പോയി കഴിയുമ്പോൾ പറയല്ലേ. ഇതിങ്ങനെ സ്തോത്രം. ഇനിയും കൃത്യമായിട്ട് പറയാം. 1, മതത്തോടുള്ള പ്രതിബദ്ധത വിട്ട് എവിടെ വരണം? റിലേഷനിലേക്ക് വരണം, ദൈവിക റിലേഷനിലേക്ക് വരണം. 2, ആചാരാനുഷ്ഠാനങ്ങൾ വിട്ട് ട്രാൻസ്ഫോർമേഷനിലേക്ക് വരണം. ബുധന്, വെള്ളി, ഞായർ പപ്പാതി ഉപവസിക്കുന്ന ദൈവമക്കളോടാ ഞാൻ പറയുന്നത്. രാവിലെ 3 ചായ. എല്ലാരും ഉണ്ടല്ലോ ഇവിടെ അല്ലേ? രാവിലെ 3 ചായ. എന്തുവാ കാര്യം? 10:30 പ്രാർത്ഥന വരത്തുള്ളൂ. അതുവരെ അന്നായിരിക്കും കർട്ടൻ നനയ്ക്കാൻ നടത്തിപ്പോ. ഈ ഉപവസിക്കുന്ന അന്ന് കർട്ടനും കുഷ്യനും എല്ലാം നനയ്ക്കാനുള്ള നടത്തിപ്പ് അന്നാ വരുന്നത്. അതും എടുത്ത് പൊക്കി അടിച്ച് നനച്ച് കുത്തി പിഴിഞ്ഞ് ഒരുമാതിരി നമ്മളും പിഴിഞ്ഞ പരുവത്തിലായി. 10 മണിയായപ്പോഴത്തേനെ പിന്നെ തലയെക്കൂടെ ഒരു ശകലം വെള്ളം കോരി ഒഴിച്ച് പോയിരുന്നു സുഖമായി. 3 or 4 സ്തോത്രം കേൾക്കാം, പിന്നെ ആളിന്റെ അനക്കമേ ഇല്ല. നമ്മൾ ഉള്ള കാര്യം പറയണം. സ്തോത്രം. ദൈവവചനം കേൾക്കുമ്പോ, ഉപവസിക്കുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾക്കല്ല ഉപവാസം. കർത്താവേ, ഇതെന്നെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഉപവസിച്ച യേശു 14-ാം വാക്യത്തിൽ വരുമ്പോൾ, ലൂക്കോസ് 4:14 വരുമ്പോൾ, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് പുറപ്പെട്ടു. ഞാൻ പറയട്ടെ, ആത്മാവ് നിറയാനല്ല ഉപവസിക്കേണ്ടത്, നിറഞ്ഞവർ ഉപവസിക്കണം. സ്വത്രം സ്വത്രം സ്വത്രം.
ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അക്ഷരം കൊണ്ടല്ല, ജീവന്റെ പുതുക്കത്തിൽ ദൈവത്തിൽ ആരാധിച്ച് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ബലത്തോടെ ആയിരിക്കാൻ ഇടയാക്കണം. നാം എന്തിനാ പള്ളി വിട്ടത്? അവിടാണ് മധുവായിലോട്ട് നോക്കി ഒന്നുമല്ലേ കളറുള്ള 2-3 തുണിയേലും കാണാമായിരുന്നു. ഇവിടെ എന്തോന്ന് അല്ലേ? തന്നെയും പിന്നെയും ദാവീദും ഗോലിയാത്തും മാസങ്ങളായി യോസഫിന്റെ തുണിയും കൊണ്ട് പൊത്തിഫേറിന്റെ ഭാര്യ പോയിട്ട് ഇതുവരെ അത് തിരിച്ചു കൊടുത്തിട്ടില്ല. അയ്യോ, എന്നും ഇത് തന്നെ അല്ലേ? അവള് തുണിയും പിടിച്ചു വരച്ചോണ്ട് പോയ യോസഫിന്റെ തുണി ഇതുവരെ കിട്ടിയിട്ടില്ല. പിറ്റേ ഞായറാഴ്ച വന്നപ്പോഴും തുണി അവള് കൊണ്ടുപോയി. ആ, മനസ്സിലാകുന്നുണ്ടോ? ശുദ്ധീകരണത്തിന്റെ ദൂതുകളില്ല. ആ, ഹൃദയം തറച്ച് കീറി മുറിക്കുന്ന ദൈവത്തിന്റെ വചനം ആമേൻ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ഇന്ന് പകൽ നിന്റെ നെഞ്ചിന് നേരെ വരുമ്പോൾ ഹൃദയം തുറന്ന് ദൈവത്തിന്റെ വചനത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലെ, രൂപാന്തരത്തിന്റെ അനുഭവം ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിനയത്തിന്റെ ട്രാപ്പ് വിട്ട് നമ്മള് ആരാധിക്കാനൊക്കെ പിള്ളേർ നിൽക്കുന്നുണ്ട്. നീ മാത്രം മതി. എന്നിട്ട് നോക്കുക, നീ മാത്രം മതിയെന്ന്. ചുമ്മാ ഉടായിപ്പ്. അയ്യോ, ഈ അടുത്ത കാലത്തൊന്നും ഇവരെ ഇനിയും വിളിച്ചേക്കില്ലെന്ന്. വേണ്ട വേണ്ട. സ്തോത്രം. ഞാൻ ഇറങ്ങിയത് പ്രസംഗിക്കാനല്ല, എനിക്ക് എൻ്റെ അപ്പനോട് കൂടെ പോണം. ആ പോന്ന പോക്കില് സ്തോത്രം സ്തോത്രം അല്ലറയില്ലറ അറിയാവുന്ന കാര്യം, ഗ്രഹിപ്പിച്ച കാര്യം പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. എനിക്കിവിടെ പ്രസംഗിക്കാൻ കൊതിയില്ല ദൈവത്തിന്റെ പൈതലേ. ദേവാലയം അടച്ചു പൂട്ടിയാൽ പടകിവിടെ തുറന്നു കിടക്കുകയാ. ദേവാലയത്തിൽ നിന്ന് തെള്ളിയിട്ട് തല കീഴായി ക്രൂശിക്കാൻ തുടങ്ങുമ്പോൾ, തല കീഴായി തെള്ളിയിടാൻ ശ്രമിക്കുമ്പോൾ ഇതാ കരയ്ക്ക് 2 പടക് കിടക്കുന്നു. പള്ളിയിലില്ലെങ്കിൽ സ്ഥാനം പടകിലുണ്ടെന്ന്. ഹല്ലേലൂയ. നിന്നെ വിളിച്ച ദൈവം, നിന്നെ വേർതിരിച്ച ദൈവം, നിനക്കൊരു ശുശ്രൂഷ തന്ന ദൈവം, അവൻ മാറിയിരിക്കുന്നവനല്ല, അവൻ അടങ്ങിയിരിക്കുന്നവനല്ല. ഉരമാനവ ശന്തരാധന ശ്രീകലകരഘടക സബ്ധന തുരഖരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട് സഹോദരിമാർക്ക്, വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നമുക്ക് വലിയ സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു അമ്മാമ ഒരു മിഷണറിയുടെ അടുക്കച്ച്, മിഷണറി ഇങ്ങനെ മിഷൻ ചലഞ്ച് വെച്ചു. ആഫ്രിക്കയിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് മിഷണറിമാർ എത്ര പേർക്ക് പോകാൻ പറ്റും? ഒരമ്മാമ ചാടി എഴുന്നേറ്റ് മിഷണറിയുടെ അടുക്കൽ ചെന്നു. അദ്ദേഹം ഇച്ചിരി വെളിപ്പാടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിന്റെ വീട്ടിൽ ആഫ്രിക്ക ഉണ്ടല്ലോ, ഇനിയും പ്രത്യേകിച്ച് നീ ആഫ്രിക്കയിലോട്ട്, വീട്ടിലെ ആഫ്രിക്കയെ തൊടത്തില്ല. മനസ്സിലായി വരുന്നേ ഉള്ളൂ അല്ലേ? വീട്ടിൽ ആഫ്രിക്ക ഉണ്ടെന്ന. സ്തോത്രം സ്തോത്രം. വീട്ടിലെ ആഫ്രിക്കയെ രക്ഷിക്കണമെന്ന് ആർക്കും ഒരു ആത്മഭാരമില്ല. നേരെ ഉഗാണ്ടയ്ക്ക് വിടുക. ദൈവത്തിന്റെ പൈതലേ, നമുക്ക് തന്നിരിക്കുന്ന ഒരു കൊച്ചു വലിയ ലോകമാണ് നമ്മുടെ അടുക്കള എന്ന, അല്ലെങ്കിൽ കുടുംബം എന്ന വീട്. ആ കുടുംബത്തിനകത്ത് സ്തോത്രം മിഷണറിമാരെ വാർത്തെടുക്കാൻ പറ്റിയ ഇടമാണ്. ആദ്യത്തെ അടുക്കളയിൽ അമ്മാമ്മമാര് പോരടിച്ചപ്പോ സ്തോത്രം അല്ലേ, എല്ലാത്തിനെയും ട്രാൻസ്ഫർ ചെയ്തേച്ച് കൊള്ളാവുന്ന ആമ്പിള്ളേർ കയറി അവിടോട്ട് ഭരണം നടത്തി. ആണോ ചേട്ടാ?
അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായമാണ് ഞാൻ ഈ പറയുന്നത്. ആത്മാവുള്ള ജ്ഞാനമുള്ള അടുക്കളയിലെ യോഗ്യതയാണ് ഞാൻ ഈ പറയുന്നത്. വായിച്ചു അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം എടുക്കുക. വലിയ അമ്മാമ്മയ്ക്ക് കഴുകാൻ വയ്യ, കഴിക്കാനാ കൃപ. അപ്പോസ്തലപ്രവൃത്തി എടുത്തു വരുമ്പോൾ നേരം എടുക്കും. 6-ാം അധ്യായം 1 മുതൽ. ആ കാലത്ത് ആ പോരാട്ടം നമ്മുടെ ഇടയിലും ഉണ്ട്. വിട്ടേര്. ആ ആ ആ ആ യോഗ്യത കേട്ടോണം. ഈ 1 മാസത്തേക്ക് വാങ്ങിച്ച വെളിച്ചെണ്ണ 3-ാം ദിവസം തീരുന്നതിന്റെ കുഴപ്പം വായിക്കുക. കേട്ടോ, അടുക്കളയിലേക്ക് എന്തോ വേണമെന്നേ. അടുക്കളയിൽ അന്യഭാഷ പറയുന്ന അമ്മാമ്മമാരുണ്ടോ ഇവിടെ? ദേഷ്യം വരുമ്പോ പറയുന്ന കാര്യമല്ല. ചിരിക്കുന്നതോടൊപ്പം ചിന്തിച്ചോണം. ഞാൻ അടുക്കളയ്ക്കകത്ത് എങ്ങനാ? ഞാൻ അടുക്കളയിൽ എങ്ങനെയാ? ഹല്ലേലൂയ. ഞാൻ അടുക്കളയിൽ മാർത്തയാണോ? ഞാൻ അടുക്കളയിൽ ഫിലിപ്പോസിനെ പോലെയാണോ? എങ്ങനെയാ ഞാൻ? ഉള്ള വരുമാനം കൊണ്ട്, ഉള്ള അനുഭവം കൊണ്ട് അവിടം സ്വർഗമാക്കുവാൻ എന്തോ വേണം? കെട്ടിച്ച നാള് മുതൽ പൊന്നുപോലെ വേണ്ടിയതെല്ലാം വാങ്ങിക്കൊടുത്താലും ആങ്ങളെ ജോയിച്ചാൻ കൊടുത്ത് ഒരു ബ്ലൗസും തുണിയും പൊക്കി പിടിച്ചോണ്ടാ വഴക്ക്. ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത സാരിക്കും വിലയില്ല, ബ്ലൗസിനും വിലയില്ല, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നിനും വിലയില്ല. ആങ്ങളെ പണ്ടങ്ങാണ്ട് കൊടുത്ത് 1 മീറ്റർ തുണിയും കൊണ്ട് നിൽക്കുക. ഇന്ന് നിർത്തിക്കോണം, എല്ലാം നിർത്തിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഇന്നതെല്ലാം പോണം. അടുക്കളക്കകത്ത് ആത്മാവ് വരണമെങ്കിൽ ഈ ബ്ലൗസും തുണി താഴെ വീഴണം. നിങ്ങൾ എന്തോന്ന് ചെയ്തു? എൻ്റെ ആങ്ങള പൊന്നുപോലെ നിന്നെ രായും പകലും വഹിക്കുന്നല്ലോ, ഇല്ലേ? ചോടോ മിണ്ടിയില്ലേലും ഇന്ന് മുഴുവൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആ അടുക്കളയിലെ യോഗ്യത കൃപയും ജ്ഞാനവും നിറഞ്ഞ്, കേട്ടോ, ആത്മാവും ജ്ഞാനവും കൃപയും നല്ല സാക്ഷ്യവും. ഇത്രയും ഉണ്ടെങ്കിൽ അടുക്കളയിൽ നിന്നാ മതി, ഇല്ലെങ്കിൽ ഔട്ട്. ഉപ്പെല്ലാം കൂടെ കുടഞ്ഞിട്ടേച്ച് എന്തിനടി ഇത് ചെയ്തത്? അന്നേരം പറയുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, അന്നേരം ആ മേശപ്പുറത്തു നിന്ന് കിട്ടുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, രണ്ടും കൂടെ ക്ലാഷ് ആവും. ഇത് രണ്ടും വേണ്ട. അവിടെ കയറുന്നതിന് മുമ്പേ ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് ഒരുങ്ങി, പ്രൈസ് ദി ലോർഡ്, ഇച്ചിരി രാവിലെയൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ഓ ഹല്ലേലൂയ, ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വലിയ സാമ്രാജ്യമാണിത്. അതിനകത്തുനിന്ന് എൻ്റെ അമ്മ ഒരിക്കൽ, ഇപ്പം മരിച്ചുപോയി, എൻ്റെ അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എൻ്റെ മോളെ, നീ ലോകം മുഴുവൻ നടന്ന് സുവിശേഷം അറിയിക്കുന്നു, ഞാൻ ഈ അടുക്കളയ്ക്കകത്ത് ഇങ്ങനെ എത്ര നാള്. ഞാൻ പറഞ്ഞമ്മേ, ഞാൻ ചെയ്യുമ്പോൾ എന്നെ ഇങ്ങനെ ഒരുക്കി വിട്ട അമ്മയ്ക്കാണ് ഞാൻ ചെയ്യുന്നതിൻ്റെ പകുതി പ്രതിഫലം. രാവിലെ എനിക്ക് ചായയും കാപ്പിയും ഒരു നീരസവും കൂടാതെ ഉണ്ടാക്കി തന്ന്, മക്കള് പോയി വാ എന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിച്ച് പറഞ്ഞയക്കുന്ന അമ്മ അടുക്കളയിലല്ല, അവരെന്നേക്കാൾ ടോപ്പിലാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഒരു ശുശ്രൂഷയും ചെറുതല്ല. അടുക്കളയിലെ പിറുപിറുപ്പെല്ലാം മാറട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
അവിടെയാണ് മോശയെ വളർത്തിയ കഥയൊക്കെ കർത്താവിന്റെ ദാസി പറഞ്ഞല്ലോ. സ്വന്തം മാറിലെ പാല് ഊറ്റി കുടിക്കുമ്പോൾ ആ മുഖത്തേക്ക് നോക്കി ആ അമ്മ പറഞ്ഞു, മോനെ, യു ആർ നോട്ട് എ ഈജിപ്ഷ്യൻ, യു ആർ ഇസ്രായേലിയൻ. മുഖത്ത് നോക്കി പറയണം, സ്തോത്രം, നീ ആരാ? നിന്നെ കൊണ്ട് ഇത് പറന്ന് വീണ് 3-4 28 കെട്ടി കഴിയുമ്പോ പറയും, മോനെ നീ എഞ്ചിനീയർ. എന്തോന്ന്, അവൻ എഞ്ചിനീയറിങ്ങിന് പോയി ആ വഴിക്കങ്ങ് പോകും. പിന്നെ പോയ വഴി ഒരു ഈനാം ബീച്ചിയെ വീട്ടിൽ കൊണ്ടുവന്ന് 2 എഞ്ചിനീയറും കൂടെ നമ്മളെ പണിയും. എല്ലാം അങ്ങനല്ല, നല്ലതുണ്ട്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ പൈതലെ, മുഖത്ത് നോക്കി പറ. ദൈവം നിനക്ക് തന്ന ദാനത്തിന്റെ മുഖത്ത് നോക്കി പറയാ, നീ ഒരു ദൈവത്തിന്റെ പൈതല. പീഡിപ്പിക്കപ്പെടുന്ന ജനത്തെ അവരുടെ പീഡനത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ നീ ദൈവത്തിന്റെ ശബ്ദമാ മോനെ, ദൈവത്തിന്റെ ശബ്ദമാ മോളെ. ഒരു തലമുറ എങ്ങനെ വരണം? ഇതൊക്കെ പറയുമ്പോ അങ്ങൊന്നും ഇങ്ങൊന്നും ഒക്കെ ഞാനും പറയും. യേശു കർത്താവിന്റെ കാലമായപ്പോൾ, ആകാറായപ്പോൾ, അവൻ മണ്ണിൽ പിറന്നു വീഴാൻ സമയമായപ്പോൾ ഒരമ്മാമ്മയ്ക്ക് ദൈവദൂതൻ ഇറങ്ങി നിന്ന് പറഞ്ഞു, ഒരു കൊച്ചിനെ കിട്ടി. അവള് പറഞ്ഞു, ഇതൊക്കെ നടക്കുന്ന കാര്യം ഒന്നും അറിയാൻ വയ്യ, എന്തായാലും വേണ്ടിയില്ല. മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം. അത് കഴിഞ്ഞപ്പോ ദൂതൻ അങ്ങ് ചാടിക്കേറി പോയില്ല. അപ്പന്റെ വാ ബന്ധിച്ചേച്ച് ദൂതൻ നേരെ എങ്ങോട്ട് പോയെന്നറിയാമോ? മറിയയുടെ വീട്ടിലോട്ട് ചെന്നു. അവളെ ലുലു മാളിൽ നിന്നല്ല പിടിച്ചോണ്ട് വന്നേ. മറിയ എവിടെ ആയിരുന്നു? അകത്ത്. എന്നിട്ട് ചെന്നിട്ട് പറയാ, മറിയേ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. മനസ്സിലായോ? ദൂതൻ പറയുക, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചുപേർ വീണിട്ടുണ്ട്, അവരിൽ ഒരാളല്ല ഞാന്, വീണവരിൽ ഒരുത്തനല്ല ഞാന്. ഞാൻ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നവനാണ്. സ്തോത്രം. ഈ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ദൈവത്തിന്റെ ദൂത് ഏറ്റുവാങ്ങുന്ന എത്ര സുവാർത്ത ഗണങ്ങൾ ഇവിടെ ഉണ്ട്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ഒരു തലമുറയ്ക്ക് കൊടുക്കാനുള്ള ദൈവാലോചന പ്രാപിച്ച് മറിയ അകത്തി എന്നിട്ട് സ്തോത്രം അവളോട് വന്ദനം പറഞ്ഞു. അവള് പേടിച്ചെങ്കിലും ആ 2 കുഞ്ഞുങ്ങൾ പിറന്നു വീണു. 6 മാസത്തെ വ്യത്യാസത്തിൽ 2 കുഞ്ഞുങ്ങൾ പിറന്നു വീണു. ആ അമ്മ പഠിപ്പിച്ച എന്നാന്നറിയാമോ? ആദ്യത്തെ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, നീ വലിയ അച്ഛന്റെ കുടുംബത്തിലൊക്കെ ആയിരിക്കും ജനിച്ചത്, അല്ലേ? എന്റെ കൂടെ ഉണ്ടോ? അപ്പന്റെ പേര് സെക്കരിയാവ്. അയാൾ അവിടുത്തെ അബിയാക്കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിൽ ധൂപം കാട്ടുന്ന ശുശ്രൂഷകനായിരുന്നു. അമ്മ മോനോട് പറഞ്ഞ കേൾക്കണോ, മോനെ, നീ വലിയ കുടുംബത്തിൽ ജനിച്ചതാ, പക്ഷേ നിന്റെ പിന്നാലെ ഒരാശാരി കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞു കയറി വരുന്നുണ്ട്, നീ അവന് വഴിമാറിക്കൊടുക്കണം. ഹല്ലേലൂയ. നീ കുറയണം, സന്തോഷത്തോടെ കുറയണം. നിനക്കുള്ള അവകാശം ഒന്നും മാറുകയില്ല. ദൈവം നിന്നോട് പറഞ്ഞതെല്ലാം അതുപടി നിവർത്തിക്കാൻ അവൻ സർവശക്തനാ. എന്റെ കൂടെ വന്നേ, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങ് ധൃതി വെച്ച് മുന്നോട്ട് പോകുന്നത്. ദൈവത്തിന്റെ പൈതലെ, നീ ഒന്ന് കുറഞ്ഞുകൊടുത്താൽ, നീ ഒന്ന് മാറിക്കൊടുത്താൽ നിന്റെ വാഗ്ദത്തങ്ങൾ ഒന്നും മുടങ്ങുകയില്ല. ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. കുറയാൻ പഠിപ്പിച്ച അമ്മ, ക്ഷമിക്കാൻ പഠിപ്പിച്ച അമ്മ. ഞാൻ പറയട്ടെ, വീട്ടിലൊരാള് മുതിർന്നവർ കയറി വന്നാൽ തലമുറ ഷോർട്സ് വിട്ട് കാലും വെച്ചിരിക്കുന്നെങ്കിൽ നിന്റെ കയ്യിൽ ഒരു ചൂലുണ്ടായിരിക്കണം. അറിയാമല്ലോ, എഴുന്നേക്കാൻ പഠിപ്പിക്കണം.
മുതിർന്നവരുടെ മുൻപിൽ കൊച്ചു തലമുറ എഴുന്നേക്കാൻ പഠിപ്പിക്കണം, ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, ക്ഷമിക്കാൻ പഠിപ്പിക്കണം. ആമേൻ. എന്താണ് എത്തിക്സ് അത് പഠിപ്പിക്കണം. ഹല്ലേലൂയ. എന്റെ മോക്ക് ചായ പോലും ഇടാൻ അറിയാൻ വയ്യ. അന്യഭാഷ നിർത്തിവെച്ച് കൊച്ചിനെ ചായ ഇടാൻ പഠിപ്പിക്കരുത്. പിന്നെ പറഞ്ഞാ മതി മറുഭാഷ. വിളിച്ചത് അബദ്ധമായി പോയല്ലോ. ചായ പോലും ഇടാൻ ഞാൻ പഠിപ്പിച്ചില്ല. പിന്നെ എന്തൊന്ന് പഠിപ്പിച്ച്? അവൾ ഇത്രയും നാളായിട്ട് അവിടെ തുണി പോലും, പിള്ളേരൊന്നും കേൾക്കുന്നില്ല, എന്നെ കൊല്ലും. തുണി പോലും അലക്കി എടുക്കാൻ പഠിപ്പിച്ചില്ല. പിന്നെ എന്തോന്ന് പഠിപ്പിച്ചു? ഒറ്റയ്ക്ക് ഒരു കൊച്ചനുള്ളതിനെ വിറക് കീറി തോളാലെടുത്ത് വെച്ചു കൊടുത്തു. 25 വർഷം കാത്തിരുന്ന് കിട്ടിയ പൊന്നോമനയുടെ തോളിൽ അപ്പൻ വെളുപ്പാങ്കാലത്തെ എഴുന്നേറ്റ് കീറാമുട്ട് കീറി ആ മകന്റെ തോളിൽ. ഞാൻ അബ്രഹാമിനോട് ചോദിച്ചു, 315 അഭ്യാസികളുള്ള വീടാ, ദാസീദാസന്മാരുള്ള വീടാ, ഈ വിറക് ചുമക്കാൻ കഴുത എവിടെ ഉണ്ട്? നോ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ദൂതന്മാർ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ 90 വയസ്സുള്ള അമ്മാമ, സർമാമയുടെ കാര്യമായി പറയുന്നേ. ആ സ്വത്രം സ്വത്രം സ്വത്രം. അബ്രഹാം പറഞ്ഞു, എടി സഹോദരി, നീ ഒരു 3 ഇടങ്ങഴി മാവെടുത്ത് എന്തോ ചെയ്യേ കോഴയ്ക്ക്. 90 വയസ്സുണ്ട്. ഞാൻ ചോദിച്ചു, അബ്രഹാം പാസ്റ്റർ, അവിടെ എത്രയോ പെണ്ണുങ്ങളുണ്ട്, അവരോട് പറഞ്ഞാ പോരെ? ഇത് മോർച്ചറി വെച്ചിരിക്കുക ഒരാഴ്ചത്തെ, ദൂതം വരുമ്പോ കൊടുക്കാൻ. ചുമ്മാ ശാപം വലിച്ചു വെക്കല്ലേ കേട്ടോ. ദൂതൻ അന്നേരം വിശപ്പ് കൊണ്ട് അടിച്ചേച്ച് അങ്ങോട്ട് ഇറങ്ങും പറയും. അയ്യോ, സ്വോത്രം സ്വോത്രം സ്വോത്രം. അടി മുതൽ മുടി വരെ പുസ്തകത്തിൽ വന്നേ നോക്കൂ. പുസ്തകത്തിൽ വരണം ദൈവമക്കളെ. ഇത് ഫ്രിഡ്ജിലോട്ട് തള്ളിയ ചെന്നാ ജോലി എന്നറിയാമോ? മേപ്പിട്ട് തള്ളുക, വളിത്തോട്ട് തള്ളുക. വേണ്ടാന്നേ, വേണ്ട. എന്നെ വിടണേ. പ്രൈസ് ദി ലോർഡ്. അമ്മാമ്മ 3 മിനിറ്റ് എടുത്തില്ല, 3 ഇടങ്ങഴി മാവ് അവൾ എന്തോ ചെയ്തു? കുഴച്ചു. ഇപ്പോഴത്തെ 17കാരി അവള് കുഴയും നിന്നു. മാവ് അവിടെ തന്നെ കാണും. അമ്മ, ഇത് എന്റെ കയ്യിലെല്ലാം പറ്റി പിടിക്കുന്നു. സഹോദരിമാരോട് ഞാൻ പറയട്ടെ, എത്ര ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരടുക്കള മാനേജ് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. ആണിനെയും വിടല്ലേ, ആണിനെയും വിടും. ഞങ്ങൾ ചെറുക്കനാണ്, ഉടുതുണി നനച്ച് തന്നെ ഉടുത്തോളാൻ പറഞ്ഞു. 18-20 കഴിഞ്ഞാലും നിക്കറ് നനച്ചു കൊടുക്കണം പോലും. അവൻ എന്നാ വേല? കുളിക്കുന്ന നേരത്തെ അവൻ എന്താ അത് നനച്ചിടാൻ പഠിപ്പിക്കണം. ദൈവത്തിന്റെ പൈതൽ അപ്പന്റെ ജോലിയല്ല, അമ്മയുടെ ജോലിയാ. അതാണ് ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നത്. സർപ്പം തൊടാത്ത ഒരു തലമുറയെ വാർത്തെടുക്കാൻ, സ്വത്രം, സർപ്പത്തിന്റെ തല തകർക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഹവ്വയെ, ആദമേ എന്നല്ല വിളിച്ചത്, ഹവ്വയെ നീ വേദനപ്പെടേണ്ടി വരും. പഠിപ്പീരേ. സ്വത്രം 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 സ്വത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അകത്തളത്തിൽ ശുശ്രൂഷയുണ്ട് ദൈവ പൈതലേ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ അരിയും ചോറും വെച്ചു കൊടുക്കുക മാത്രമല്ല, ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും. ഇപ്പോഴത്തെ പിള്ളേരെ ഒന്നും അടിക്കാനൊക്കത്തില്ല, തിന്നാൻ കൊടുക്കണം. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് നീ തിന്നാൻ കൊടുക്കുമല്ലോ. തിന്നാൻ കൊടുത്ത ചോറിന്റെ മണ്ടയിൽ നല്ല 1-ാം തരം അടിയടിക്കണമെന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ സദൃശവാക്യം പറയുന്നത്. ആ പുള്ളിക്ക് കിട്ടിയിട്ടില്ല, അതിന്റെ കുഴപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
അവൻ WWW എന്ന് ഇറങ്ങത്തില്ല. ആരാ? ശലോമോന്. പൊട്ടി വരുന്നേ ഉള്ളൂ. എന്തുവാ ഈ WWW? വെപ്പൺ, വൈഫ്, വെൽത്ത്. 3 W. അതേ കയറി പ്രാർത്ഥിക്കുന്നു. അതേ ആദ്യമൊക്കെ നല്ല ഗുണമാണ്. 8 പ്രാവശ്യം ദൈവപ്രത്യക്ഷത പ്രാപിച്ചവനാണ് ശലോമോൻ. ഈ W കയറി എവിടെ പോയെന്നറിയാമോ? ഈജിപ്തില്. നമ്മൾ ഈ W ഒക്കെ തുറക്കുന്നത് നല്ലതാ, സൈറ്റൊക്കെ കേട്ടോ. പക്ഷെ ആ W നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുമെന്നറിയാമോ? ഈജിപ്ത്. തിരിച്ചു വരുമ്പോ കുറെ പേര് കൂടെ കാണും. പിന്നെ രക്തം ജയമെന്നൊന്നും പറഞ്ഞാൽ പോകത്തില്ല, അങ്ങോട്ട് ചെന്ന് കൊണ്ടുവന്നതാ. കേറി വന്നതാന്നേ ഇറക്കി വിടാം. നീ ഇറങ്ങിച്ചെന്ന് കൊണ്ടുവന്നതാണെങ്കിൽ ആ വില കൊടുക്കാതെ അത് ഇറങ്ങി പോകുകയല്ലെന്ന് ഓർത്തോണം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവകൃപ പ്രാപിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ദർശനത്തിനൊത്തവണ്ണം ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, മനുഷ്യരോട് എങ്ങനെ ഇടപെടണം, ഗുരുക്കന്മാരോട് എങ്ങനെ ഇടപെടണം, പുരോഹിതന്മാരോട് എങ്ങനെ ഇടപെടണം, ദാരിദ്ര്യ കുടുംബത്തിലുള്ള അപ്പനോടും അമ്മയോടും എങ്ങനെ ഇടപെടണം. ഹല്ലേലൂയ. യേശുവിനെ പോലെ ഭയങ്കര സിദ്ധിയുള്ള പ്രവചനങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയ ഒരാശാരി ബാലൻ, ഒരു യൗവനക്കാരൻ, അവന്റെ യുവത്വം എങ്ങനെ കൊണ്ടു നടന്നുവോ, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. സൃഷ്ടാവ് സൃഷ്ടിക്ക് ഒതുങ്ങിയ മേഖലയായിരുന്നു അല്ലേ? അവനിലല്ലോ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനാണ് മറിയയ്ക്ക് വെള്ളം കോരിക്കൊണ്ട് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അവനാണ് അപ്പന് ഒരു പലകയെടുത്തങ്ങോട്ട് കൊടുക്കുന്നത്. ദൈവത്തിന്റെ പൈതലെ, തികഞ്ഞ അഹങ്കാരമെല്ലാം വിട്ടിട്ട് ആമീൻ മറ്റുള്ളവരുടെ മുൻപിൽ, കുടുംബത്തിന്റെ മുൻപിൽ, കുഞ്ഞുങ്ങളുടെ മുൻപിൽ, സമൂഹത്തിന്റെ മുൻപിൽ മാതൃകയോടെ ആയിരിക്കുവാൻ ഇതിനാ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അയ്യോ, ഇവരിത്രയും നേരം ഒരു വാക്യവും പറഞ്ഞില്ല, 2 കുറിവാക്യവും പറഞ്ഞില്ല അല്ലേ? പറഞ്ഞോ? അന്നാ വായിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. 2 രാജാക്കന്മാർ 4:7. അവൾ ചെന്ന് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. ഇരുന്നേ. വളരെ സുപരിചിതമായ വേദഭാഗം. പശ്ചാത്തലം ഞാൻ പറയുന്നില്ല. ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ കടക്കാർ വന്ന് എന്ത് ചെയ്യാൻ കൊണ്ടുപോവാ? പിടിച്ചോണ്ട് പോകാൻ തുടങ്ങുകയാണ്. ഈ വലിയ വൈതരണിയിൽ നിന്ന് എങ്ങനെയാണ് ആ സഹോദരി തന്റെ കുടുംബത്തെ രക്ഷിച്ചെടുത്തതെന്ന് നമുക്കൊരു 4 ചിന്തകൾ ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. പശ്ചാത്തലം ദൈവമക്കൾക്ക് മനസ്സിലായല്ലോ. പിടിച്ചുകൊണ്ട് പോകാൻ, കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ ഇന്ന് വരുന്ന ചില ശക്തികളുണ്ട് അല്ലേ? മദ്യം, മയക്കുമരുന്ന് എന്ന് വേണ്ട, അഡിക്ഷനായിട്ടുള്ള എന്ന് ഞാൻ പറയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അഡിക്ഷന്റെ ലോകത്തിൽ നിന്ന് എനിക്ക് വേണ്ടിയത്. എല്ലാ തലമുറയിലും എന്തോ ഉണ്ട്, അഡിക്ഷൻ ഉണ്ട് ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന 80-85 വയസ്സുള്ള അമ്മച്ചിയോട് ചോദിച്ചു, ആ കാലത്തും ഉണ്ടെന്നേ. ഇപ്പം ശാസ്ത്രം വർദ്ധിച്ചപ്പോൾ പാപം കുറെ സ്പീഡിൽ ചെയ്യാൻ ഒത്തുന്നേ ഉള്ളൂ, അല്ലാതെ പാപത്തിനൊരു മാറ്റവും ഒന്നും വന്നിട്ടില്ല. നമ്മളത് വെള്ളക്കകത്ത് പൊതിഞ്ഞും ബലഹീനത എന്നൊക്കെ പറഞ്ഞു വെച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് അങ്ങോട്ട് വില പോകുമോ എന്ന് തോന്നുന്നില്ല. സ്തോത്രം. അത് ബലഹീനതയൊന്നുമല്ല. അപ്പോ അഡിക്ഷന്റെ ലോകത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ വേണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വിടുതൽ വേണം.
നമ്മൾ ഈ ഫോണൊക്കെ പറയുന്നു, നമ്മളും കുറച്ചെന്തുവാ പ്രാർത്ഥിച്ച ആശീർവാദം പറയുമ്പോഴത്തേന് അതിനകത്ത് മോദിജി മെസ്സേജ് അയച്ച പോലെ ധൃതി. ഞാൻ എൻ്റെ ഏതാണ്ട് റിപ്ലൈക്ക് അദ്ദേഹം ഡൽഹി കാത്തിരിക്കുന്ന പോലെ. അടുത്ത ചില കടുത്ത പ്രയോഗം ഞാൻ പ്രയോഗിക്കും, മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാതെ അഡിക്ഷൻ നമ്മളെ കീഴ്പ്പെടുത്തുകയായി. ഇത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞോ? ഇനിയിപ്പൊ ഇതൊക്കെ ഉണ്ടേലേ പറ്റുള്ളൂ. പക്ഷെ അത് ഒരിക്കലും നമ്മെ കീഴ്പ്പെടുത്തി നമ്മുടെ സമയം കളയാനിടയാകല്ല. ഞാൻ ചിന്തിക്കും, പണ്ടൊക്കെ ഫ്രിഡ്ജൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ആ മോർച്ചറിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. കർത്താവേ, അപ്പുറത്തൊക്കെ കിട്ടുന്നുണ്ട്, എനിക്കൂടെ മോർച്ചറി തരണേ 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 തരണേ. കർത്താവ് പറഞ്ഞു, ആ സമയം കൂടെ എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുമല്ലോ, മോർച്ചറിയിലോട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചേച്ചേ. എൻ്റെ ഈ കുന്തം വന്നപ്പം അതിനകത്തോട്ട് കുറേ തള്ളി കയറ്റിയേച്ചേ, ഈ ഫോണേന്ന് കണ്ണെടുക്കാൻ നേരമില്ല. അപ്പൊ കർത്താവ് വിചാരിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഈ സാധനത്തിന് ഞാൻ ഇത് കൊടുത്ത നിമിത്തം അല്ലെ കുത്തിയിരുന്ന് എന്തോ ചെയ്തേനെ, പ്രാർത്ഥിച്ചേനെ. തുണി കല്ലേ കൊണ്ടിട്ട് അലക്കി അലക്കി കൈത്തോപ്പൽ പോയി. എൻ്റെ കർത്താവേ, ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ സോക്സും ഇന്നർ വെയറും മേൽവയറും എല്ലാം കൂടെ അതിനകത്തോട്ട് ഒന്നിച്ചിട്ട് കുഴച്ച് വാരി ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ, അങ്ങോട്ട് എടുത്തിടും. അത് തന്നെ ഉണക്കിത്തരും, അത് തന്നെ പിഴിഞ്ഞു തരും, അത് തന്നെ എല്ലാം ചെയ്യും. ആ സമയം കൂടെ എൻ്റെ കുഞ്ഞ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമല്ലോ എന്നോർത്താ തമ്പുരാൻ ഈ ദാനം. ഇപ്പൊ കർത്താവ് നോക്കിയപ്പോ എന്നാ അവളുമായിട്ടൊന്ന് കൂട്ടായ്മ ആചരിക്കാൻ ചെന്നപ്പം ഫോണേല. അപ്പൊ അതും ഗോവിന്ദ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ചോദിച്ചു വാങ്ങിച്ചത് എന്തിനാ? ഈ ദാനമൊക്കെ ദൈവം തന്നത് എന്തിനാ? അതൊക്കെ തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. ആ സമയം കൂടെ ദൈവവചനം ധ്യാനിക്കാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്തോത്രം അല്പം കൂടെ ഒന്ന് ചേർന്നിരിക്കുവാനും, അഡിക്ഷന്റെ ലോകത്തിൽ നിന്ന് ദൈവത്തിന്റെ ലോകത്തിലേക്ക് എൻ്റെ കുഞ്ഞ് കയറി വരുമല്ലോ, എൻ്റെ കുഞ്ഞിനോട് എൻ്റെ ഹൃദയം ഒന്ന് പകരാൻ എനിക്ക് പറ്റുമല്ലോ. അവൾ മാർത്തയെ പോലെ ആയിരുന്നു. എന്നാൽ ഞാൻ അവൾക്ക് ഇതെല്ലാം കൊടുത്തിട്ടും ഈ മാർത്ത സ്വഭാവം കളയുന്നില്ലല്ലോ. കർത്താവ് സങ്കടപ്പെടുകയാണ്. ഇവിടെ ഒരു സഹോദരി അഡിക്ഷന്റെ ലോകത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ പിടിച്ചോണ്ട് പോകാൻ വരുമ്പോൾ ഇവളുടെ പേര് വേദോസ്തവത്തിലില്ല. ഉണ്ടോ? അതെന്നാ? ഒരു സാത്താന്റെ സഹോദരിയുണ്ട്, ഇസബേൽ എന്ന അവിടെ പേര്. 4-5 പ്രാവശ്യം ആ പിശാചിന്റെ പേര് ഈ പുസ്തകത്തിലുണ്ട്. ഈ കൊള്ളാവുന്ന സഹോദരിമാരുടെ പേര് എവിടില്ല. എൻ്റെ പേരില്ലാത്തതുകൊണ്ട് ആരാധനയ്ക്ക് വരാത്തവരുണ്ട്. എൻ്റെ പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. വീട്ടിൽ ഇരുന്ന് എന്നാ വേല? ഇല്ലേ, അവിടെ ഇരുന്ന് എന്നാ വേല? പേരാണോ ഇവിടെ വലിയ വിഷയം? ഹാനോക്കിന്റെ ഭാര്യയുടെ പേരെന്നാ? നോഹയുടെ ഭാര്യയുടെ പേരെന്നാ? സ്തോത്രം സ്തോത്രം സ്തോത്രം. അവരൊക്കെ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തു അല്ലേ? ഒരു മനുഷ്യൻ ഭൂമിയിൽ ആരും കേൾക്കാത്ത ഒരു ദൈവശബ്ദം കേട്ട നോഹ എന്ന വലിയ ചരിത്ര പുരുഷൻ താൻ കേട്ട ശബ്ദത്തിനൊത്തവണ്ണം ഭൂമിയിൽ പണി നടക്കുമ്പോൾ നോഹയുടെ പേരുണ്ട്, തന്റെ ഭാര്യയുടെ പേരില്ല. എങ്കിലും അവൾ പറഞ്ഞു, ശേം, ഹാം, യാഫേത്ത് എന്ന 3 ആൺതലമുറയെ പുതുവാന ഭൂമിക്ക് വേണ്ടി അവൾ ഒരുക്കിയെടുത്തു. പേരില്ലെന്നും പറഞ്ഞ് ഗുസ്തി പിടിച്ച് ചർച്ചക്കോടിലോട്ട് ഓടുകല്ല, ഏജി തന്നെ നിൽക്കണം. സ്വത്രം. എന്നെ പ്രാർത്ഥിപ്പിച്ചില്ലെങ്കിലും, എന്നെ ഈ പ്രാവശ്യം കമ്മിറ്റിയിൽ എടുത്തില്ലെങ്കിലും എന്റെ ശുശ്രൂഷയ്ക്ക് ഒരു കുറവും വരികയില്ല, എന്റെ ഭക്തിക്ക് ഒരു കുറവും വരികയില്ല. കൊള്ളാവുന്ന സ്വത്രം പറ, കൊള്ളാവുന്ന സ്വത്രം പറ. ദൈവത്തിന്റെ പൈതലെ, നീ ആരെന്ന് നോക്കിയല്ല പരിശുദ്ധാത്മാവിനെ പകർന്നത്. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ നിനക്ക് സ്ഥാനം വേണ്ട. സ്ഥാനം
മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ എന്ത് ചെയ്തു? താഴെ വെച്ചു. എന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞ ഒരു പാട്ടുണ്ട്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. നമുക്ക് നമ്മുടെ അകത്ത് സാത്താൻ കുത്തി നിറയ്ക്കുന്ന അധികാരമോഹം, സ്ഥാനമോഹം, അതുവഴി ഉണ്ടാകുന്ന കശവിശകൾ, ആത്മസന്തോഷത്തെ കെടുത്തിക്കളയുന്ന ആ ദുഷ്ട പോരാട്ടത്തെ ശുറമനവദന വൈശനാദര. ഹല്ലേലൂയ, ഹല്ലേലൂയ. പേരില്ലാത്ത അമ്മാമ്മ വീട്ടിലുണ്ട്. അച്ഛൻ നല്ല പണിയില്ല. പുള്ളി പ്രാർത്ഥിച്ചിറങ്ങി വന്ന് പറഞ്ഞു, സഹോദരി മഴ വരുന്നു. പിന്നെ നിങ്ങൾക്ക് ആ ഷേമിനോട് ചോദിച്ച ഗൂഗിൾ എന്ത് പറയുന്നെന്നോ? എന്തോ നോഹയുടെ കാലം പോലെ, മനുഷ്യപുത്രന്റെ നാട് ഇപ്പോഴത്തെ കാലം പോലെ ആയിരുന്നെന്ന് ആ കാലം. അപ്പൊ നമ്മളിപ്പോ എല്ലാം അമ്മാമ്മയോടാ ചോദിക്കുന്നത്. ആരുടെ? ഗൂഗിള്. അണ്ടകാട്ടിലും കുറ്റിയിലും എല്ലാം കൊണ്ട് തള്ളിയിടും, ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഷേം പറഞ്ഞു. ഷേം ആരാ? മൂന്നിൻ്റെയും കയ്യിൽ പലക പോലെ ഓരോ ഫോണുണ്ട്. ഷേമിൻ്റെ, ഹാമിൻ്റെ, യാഫേത്തിൻ്റെ. മീമുള്ളൊക്കെ ഏതുവഴി ഇറങ്ങിപ്പോകുന്നതെന്ന് അറിയത്തില്ല. കഴിക്കാനിരിക്കുമ്പോഴും തോണ്ടുക. കരിയാപ്പലയാണോ മുള്ളാന്നോ ഒന്നും അറിയാൻ വയ്യ. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന്, എടാ മുള്ളു പോമടാ. ഓ അമ്മയുടെ കാര്യം നോക്കും. ഇല്ലയോ, ഇതൊക്കെ അല്ലേ വീട്ടിൽ നടക്കുന്നത്. പിന്നെ ഞങ്ങളുടെ മോളാന്ന് അത് എടുത്തോണ്ടങ്ങ് മുറി പോയി കുറ്റി അങ്ങ് ഇടും. കുറ്റിയിടും. ഒറ്റ പ്രാവശ്യം ഇടും. പിന്നെ അവൾ വെളിയിൽ ഇറങ്ങുമല്ലോ, പിന്നെ ആ കുറ്റി അവിടെ ഉണ്ടാവുകയില്ല ഇടാൻ. വഴിതെറ്റിക്കുന്ന, നശിപ്പിക്കുന്ന ഇത് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലെന്നേ. കുഞ്ഞുങ്ങൾക്കറിയത്തില്ല ഇതിനകത്തെ ചതിക്കുഴികൾ. ഷേം പറഞ്ഞു, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് മഴ എന്നൊരു സൂത്രം ഗൂഗിളിലില്ല. നോഹ പറഞ്ഞു, മോനെ അത് ഇമെയിലിൽ കിട്ടത്തില്ല, അത് നീമെയിലിൽ കിട്ടും. എന്താ അത് നീ ചുമ്മാ ഈ വിരലേൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട ഞെക്കിയാ വരുന്നതല്ല, അത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവന് കിട്ടുന്നതാണ്. ഗൂഗിളിലില്ലാത്ത അരുളപ്പാട് ഈ തലമുറയ്ക്ക് കൊടുക്കാനുള്ള അരുളപ്പാട് പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, അത് ഇമെയിലിൽ കിട്ടുന്നതല്ല, അത് നീമെയിലിൽ കിട്ടുന്നതാ. ഓ ഹല്ലേലൂയ. ഓ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു അരുളപ്പാട് പ്രാപിക്കാതെ പ്രാർത്ഥനാ മുറി വിട്ട് നീ പുറത്തു വരരുത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം നമ്മളിലൂടെ വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭയിലൂടെ പുറപ്പെട്ടു വരട്ടെ. മൂന്ന് കുഞ്ഞുങ്ങളും പറഞ്ഞു മഴ എന്തുവാന്ന് ഗൂഗിളിലില്ല. പക്ഷെ നോഹ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു മഴ പെയ്യുമെന്ന്. അതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, പെട്ടകത്തിനകത്ത് നീ കേറണം കേട്ടോ. കേറിയില്ലെങ്കിൽ ഈ ന്യായവിധിയുടെ വെള്ളം നിന്നെ കൊണ്ടുപോകും. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോ കാര്യം അങ്ങ് പറഞ്ഞു പോവാ. പോവല്ലേ, എന്നെ ഇച്ചിരി നേരം കൂടെ സഹിക്കണം. സ്തോത്രം. നമുക്ക് 1 മണി കഴിഞ്ഞാൽ പിന്നെ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷയാന്നേലും ഗോവിന്ദ അല്ലേ. 1 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ദൂതും എന്ത് ചെയ്യത്തില്ല, പ്രകാശിക്കത്തില്ല. ഞാൻ മാക്സിമം നോക്കാം, 10 മിനിറ്റ് കൂടുണ്ട്. ഈ കുഞ്ഞുങ്ങളോട് ഈ അമ്മ പറഞ്ഞു, മോനെ നിന്റെ അപ്പനോട് ദൈവം സംസാരിക്കും, നിന്റെ അപ്പൻ ദൈവത്തോട് സംസാരിക്കും.
നിന്റെ അപ്പനോട്, നിങ്ങളുടെ അപ്പനോട് ദൈവം സംസാരിക്കും. ഞാൻ ഈ അമ്മാമ്മയോട് ചോദിച്ചു, പിള്ളേരെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ട്യൂഷന് വിടത്തില്ലേ? ഇപ്പം എല്ലാം അങ്ങനല്ലേ. ഷേമിനോട് പറഞ്ഞു, മോനെ നീ സങ്കീർത്തന വായന കഴിഞ്ഞ് പാസ്റ്റർ കാണാതെ ചോറിനൂടെ. ഷേമിനോട് ഞാൻ ചോദിച്ചു, എന്താ പഠിക്കാൻ പോവാ? ന്യായവിധിയുടെ വെള്ളം വരുന്നു, നീന്തോളജി പഠിക്കാൻ പോവാ. നീന്തോളജി, നീന്തി കയറാൻ. ഞാൻ പറഞ്ഞിടാ കൊച്ചി ചേർക്ക, നീന്തോളജി ഒന്നും വന്നാൽ പഠിച്ചാൽ എത്ര ഓളജി പഠിച്ചാൽ ഈ വെള്ളം നീ നീന്തി കയറുകയില്ല. നീ ദാമോദരന്റെ കൂടെ മുങ്ങിച്ചാകുകയേ ഉള്ളൂ. ഹല്ലേലൂയ. നീ 7 ദിവസം ഈ പെട്ടകത്തിനകത്ത് കേറി അടങ്ങിയിരുന്നാൽ, ഇരിക്കേണ്ടിയ പോലെ ഇരുന്നാൽ, നിന്നെ ഇറക്കേണ്ടിയ സ്ഥലത്ത് പുതുവാന ഭൂമി എന്ന് പറയുന്ന സ്വത്രം സ്വത്രം സ്വത്രം. ഇന്ന് വായിച്ചതൊന്നും പറയാനൊക്കത്തില്ല കേട്ടോ, എല്ലാം പോയി. ഓ ഹല്ലേലൂയ. പേരില്ലാത്ത സഹോദരി, അവൾ സ്തുത്യർഹമായ സേവനം ചെയ്യും. അവളുടെ പ്രതികൂലത്തിന്റെ നടുവിൽ അവൾ ദൈവത്തോടുള്ള ബന്ധം എന്ത് ചെയ്തു? സൂക്ഷിച്ചു. ദൈവീക ബന്ധം കഷ്ടങ്ങളുടെ നടുവിൽ കളയരുത്. പ്രൈസ് ദി ലോർഡ്. കേട്ട അരുളപ്പാടിനനുസരിച്ച് ചലിക്കപ്പെടാൻ, ഒരുക്കപ്പെടാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, അരുളപ്പാടിന് ആൾ രൂപം വരുവാൻ ഇടയാകും. വചനം കേട്ട് വാഗ്ദത്തം കേട്ടുപോകുകയല്ല. ശിമെയോൻ പറഞ്ഞതുപോലെ പറയണം, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വീട്ടേക്ക്. എന്തൊരു കോൺഫിഡൻസിന്റെ വാക്കുകളാ അവൾ പറഞ്ഞതെന്നറിയാമോ? ശിമെയോൻ പറഞ്ഞതെന്നറിയാമോ? ഓരോ ദൈവ പൈതലിനും ഇത് പറയാൻ കഴിയണം. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവവചനം വിശ്വസിച്ച ദൈവത്തിന്റെ പൈതലേ, നീ കാണേണ്ടത് കാണാതെ, അതിന് എത്ര രോഗം നിന്നെ അലട്ടിയാലും നിന്റെ കൈകളിൽ ചിലത് ഏന്താതെ നീ മരണം കാണുകയില്ല. നിന്നോട് ശത്രു എത്ര മരണപ്പോരുകൾ ഇട്ടാലും, ഏതു വിധത്തിൽ പോരാടിയാലും, ആത്മനിയോഗമുള്ള ദൈവത്തിന്റെ പൈതലേ, അത് കുറയാത്ത ദൈവത്തിന്റെ പൈതലേ, ആ നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ നിന്റെ കൈകളിൽ ഏന്തുവാൻ Hallelujah. 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 ഈ പേരില്ലാത്ത ഈ അമ്മാമ്മ, നോഹയുടെ അമ്മാമ്മ, സ്തുത്യർഹമായ സേവനം ചെയ്തു അല്ലേ? എന്തൊരു ഗമേല. ഇങ്ങോട്ട് ആനയും കുതിരയെല്ലാം വരുന്നെന്നറിയാം. വാതുക്ക നിന്നോണ്ട് പറഞ്ഞു. എന്തോ പറഞ്ഞു? ആന പറഞ്ഞത് കുതിരയോടും, കുതിര പറഞ്ഞത് മയിലിനോടും അല്ല പറഞ്ഞത്. മനസ്സിലായോ? ആന പറഞ്ഞത് കുതിരയോടും, കുതിര പറഞ്ഞത് ആമയോടും അല്ല പറഞ്ഞത്. ആന പറഞ്ഞത് ഹൃദയത്തിൽ സൂക്ഷിച്ചു, കുതിര പറഞ്ഞത് ഹൃദയത്തിൽ സൂക്ഷിച്ചു. നോഹയുടെ അമ്മാമ്മയുടെ കാര്യമാണ്, നമ്മുടെ കാര്യമല്ല. എല്ലാം അകത്തിങ്ങനെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എല്ലാത്തിനെയും നിരനിരയായി ഇരുത്തണം. നോക്ക, ആ മാതാവിന്റെ ട്രെയിനിങ് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. മാത്രമാണോ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടെന്നേ? ഒരു കോഴി, ഞാനിതെല്ലാം നിർത്തട്ടെ പാസ്റ്റർമാരെ, നിയോഗമുള്ളത് അങ്ങ് പറഞ്ഞേ ചിരിക്കാൻ പോവാ. ഒരു കോഴി 10 രൂപയുടെ ഒരു മുട്ട ഇട്ടേച്ച് പെട്ടകം മുഴുവനും ഇളക്കുക. നോഹയുടെ അമ്മാമ്മ എന്ന് പലവട്ടം പറഞ്ഞു, കോഴി ഉണ്ടായി. കേട്ടു, നോഹ കേട്ടു, അത് കേട്ടു. ഞാനത് എടുത്തു. പ്രയോജനമുള്ളതാ, കാൽസ്യമൊക്കെ തരുന്നതാ. നീ അങ്ങ് ബഹളമുണ്ടാക്കാതെ ഇരി എവിടെ ഒക്കത്തില്ല. അങ്ങോട്ട് ചാടി പെട്ടകത്തിന്റെ ജനലേ കൂടെ കയറി, ആകെ ഒരു വാതിലേ ഉള്ളൂ, അതേ കൂടെ കയറി ചെന്ന് വീണത് പുലിയുടെ തലയിലോട്ട്. വല്ലോ മനസ്സിലായോ? നഖമെല്ലാം പെട്ടകത്തിൽ കയറിയപ്പോ അല്ല, ഒടിഞ്ഞൊന്നും പോയില്ല. തൊലിക്കകത്ത് പാത്ത് വെച്ചാ ഈ പാവം അവിടെ കിടക്കുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? അന്നേരമായി ഈ കോഴി കറങ്ങി അടിച്ച് എവിടെ വരുന്നത്. പിന്നെ കമ്മിറ്റി അഡീഷണലായിട്ട് വിളിച്ചു കൂട്ടേണ്ടി വന്നു കോഴിയേയും പുലിയേയും തമ്മിൽ. നമ്മുടെ മിക്ക സഭകളിലെല്ലാം നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ പണ്ട് പിന്നെ അത് പരിഹരിച്ചു കേട്ടോ, അവർ പരിഹരിച്ചു. പണ്ട് ഈ മരം കൊത്തി കൊത്തി നടക്കുന്ന ഒരു പുള്ളിയുണ്ട്, ചുണ്ടിനിച്ചിട്ട് നീളമുള്ള മരം കൊത്തി എന്നായിട്ട് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നു. ആ പുള്ളി ഇരിക്കുന്നത് ഈ മരത്തിനകത്താ. ഇതേലൊരു വകുപ്പ് കയറുമെന്ന് തമ്പുരാൻ അറിയാവുന്നത് കൊണ്ട് തമ്പുരാൻ നോഹയോട് പറഞ്ഞു, തടി ഒട്ടും കാണാതെ കീലടിച്ചേക്കാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്നെ മറന്നാലും ഞാൻ ഈ പറയുന്ന ഒന്നും മറക്കുകയില്ല. സോദര കീഴടിച്ചേരെന്ന് പറഞ്ഞു. ഇത് കുറച്ച് ദിവസം ഇരിക്കണമല്ലോ ഇതിനകത്ത് അല്ലേ. ഇപ്പൊ ഒരു 3 മാസം വലിയ പ്രശ്നമില്ലായിരുന്നു. ആർക്കാ? മരം കുത്തിക്ക്. യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആത്മാവിൽ തെറിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം പതുക്കെ തടിയേലോട്ട് നോട്ടമായി. കൊത്തി കീല് ചുണ്ടയില്, മേച്ചുണ്ടും അടിച്ചുണ്ടും കീല് വരണ്ടും. സ്തോത്രം. ഇപ്പം ഏത് പാട്ട് പാടിയാലും തൊടയിലടിച്ചോണ്ടിരിക്കുക. ഇന്ന് വീട്ടിൽ ചെന്നാലും ഇതെല്ലാം പറഞ്ഞ് നിങ്ങൾ ആത്മാവിൽ സന്തോഷിക്കണം കേട്ടോ. എന്റെ കർത്താവേ. പിന്നെ ആദ്യത്തെ മാസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് രക്തം ജയം പറഞ്ഞിട്ടും കീല് പൊട്ടിയില്ല. സാത്താൻ വായ ബന്ധിച്ചത് വേണ്ടാതീനം പറഞ്ഞു നടന്നിട്ടാ. മനസ്സിലാവുന്നുണ്ടോ? എന്താ സ്തോത്രം പറയാൻ കഴിയാത്തത്? എന്താ ആത്മാവിൽ ആരാധിക്കാൻ കഴിയാത്തത്? പുതുഭാഷകളിൽ സംസാരിക്കാൻ കഴിയാത്തതെന്ന്? വേണ്ടുന്നതിനും വേണ്ടാത്തതിനും നിന്റെ അധരവും നാവും ഉപയോഗിച്ചാൽ അമ്പ് പറയുന്നവന്റെ നാവിനെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്കകത്ത് സഹോദരിമാർ വായടച്ച് നാവടച്ച് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭയ്ക്കകത്ത് വെളിപ്പെടുത്തുവാൻ ഇടയാണ്. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങണം, കൈപിടിച്ച് ഉയർത്തണം, സാരമില്ലെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ആന പറയുന്നത് കുതിരയുടെ ചെവി കൊടുക്കുക, കുതിര പറയുന്നത് ആമയുടെ ചെവി കൊടുക്കുക, എല്ലാം കൂടെ കൂട്ടമടി. ഞാനൊന്നും പറഞ്ഞില്ല. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. അപ്പൊ അമ്മാമ്മയുടെ ബന്ധനം അഴിച്ചു. ഇനിയും 1-2 ഗ്രൂപ്പ് കൂടെ ഉണ്ട്. പെട്ടകത്തിൽ കയറിയപ്പോ 2ആയിട്ടാ കയറിയത്, കുറുക്കനും കോഴിയും കൂടെ അല്ലേ. ഇറങ്ങുമ്പം അങ്ങോട്ട് പോണ്ട അല്ലയോ. ക്യാമ്പിനൊക്കെ 2ആയിട്ടാ പോകുന്നത്. ഇങ്ങോട്ട് വന്നപ്പോ 1ആയിട്ട് വന്നു. അതാ ക്യാമ്പ്. പെട്ടകത്തിലെ കാര്യമാണ്, നമ്മുടെ കാര്യമല്ല. ഏജിലെ ഒരു കാര്യമല്ല, പെട്ടകത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അങ്ങോട്ട് നോക്കി പറയും, നീ മാത്രം മതി. ക്യാമ്പിന് പോയപ്പോ ഈ രോഗമില്ലായിരുന്നു. കുറുക്കന്റെ വഴി, കോഴിക്ക് കോഴിയുടെ വഴി. പക്ഷെ ഇപ്പൊ വന്നപ്പോ പിരിയാൻ വയ്യ. എന്നെ കൊല്ലുന്ന ദിവസമാണ്. ദൈവത്തിന്റെ പൈതലേ, പ്രതിസന്ധികളുടെ നടുവിൽ ദൈവിക ബന്ധം കളയരുത് കേട്ടോ. ഏത് പ്രതികൂലം വന്നാലും നീയും ദൈവവുമായിട്ടുള്ള ബന്ധം. ഒന്നൂടെ അയ്യോ, ആത്മാവിൽ ആരാധിക്കണമെന്ന് സന്തോഷമുണ്ടെങ്കിലും 1 മണിയായി. അമ്മാമ പതുക്കെ ഇളകി തുടങ്ങി എന്നെ ഇരുത്താന്. ഞാൻ ഇരിക്കാം. സോദരം, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പെട്ടകത്തിനകത്തൊരു കഴുതയുണ്ട്. എന്നും പരാതിയാ. ഞാൻ കുയിലിനെ പോലെ എനിക്ക് പാടാൻ പറ്റുന്നില്ല, മയിലിനെ പോലെ എനിക്ക് ആടാൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞാ മുതുകിന് പിള്ളേർ കയറി അടിക്കും. ഒരു സന്തോഷമില്ല. നോഹയുടെ അമ്മാമ അങ്ങോട്ട് എന്ന് പറഞ്ഞു, കഴുതേ, നിന്നെ എന്തിനാ ഇതിനകത്താക്കി വെച്ചേക്കുന്നതെന്നറിയാമോ? ഇതിനകം തുറന്നു വിട്ട് നീ പുറത്തു വരുമ്പോൾ നിനക്കൊരു തലമുറയുണ്ടാകും. മശിഹായെ വാഹനമേറുന്ന
മശിഹായ്ക്ക് വാഹനമേറാൻ നിനക്കൊരു തലമുറയുണ്ടാകും. കഷ്ടം സഹിച്ച്, അറിവില്ല, കഴിവില്ല, സൗന്ദര്യമില്ല, മറ്റുള്ളവരെ പോലെ ഒന്നുമല്ലെന്ന് പറഞ്ഞ് പെട്ടകത്തിനകത്ത് പ്രശ്നമുണ്ടാക്കാതെ ആമേൻ നിർബന്ധത്താൽ അതിനകത്ത് ക്രൂശെടുക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ തലമുറയെ വാഹനമേറുവാൻ യേശുവിന് പ്രയോജനമായ നിലയിൽ കൊണ്ടുവരുവാൻ നീ ഇവിടെ ഇതിനകത്ത് ഇരുന്നേ പറ്റൂ. ക്രിസ്തുവിൽ പ്രസിദ്ധരായ ഒരു തലമുറയെ ജനിപ്പിക്കുവാൻ, യേശു ക്രിസ്തുവിന് വാഹനമേറുന്ന ഒരു കഴുതയെയും അതിന്റെ കുട്ടിയെയും പിന്നാലെ പുറത്തു കൊണ്ടുവരേണ്ടതിന് നിന്നെ അവൻ മുൻ നിർണയിച്ച് ഇതിനകത്ത് ആക്കി വെച്ചിരിക്കുക. കേട്ടോ, കൈവിടുന്ന ദൈവമല്ല. ഇപ്പൊ നിനക്ക് മാന്യതയില്ലെങ്കിലും ആമേൻ, നിന്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ അവരുടെ മേൽ അവരെ നിലത്തൂടെ നടത്താതെ വസ്ത്രത്തിന്മേൽ ആമേൻ ആമേൻ നടത്തി മരച്ചില്ലകൾ വെട്ടിയിട്ടുകൊടുത്തു. ദാവീദ് പുത്രന് ഹോസന്ന എന്നാർത്ത് വിളിക്കുവാനിടയായിട്ട് പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകും. ഈ സഹോദരിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ 4 പോയിന്റ്. 1, ദൈവിക ബന്ധം സൂക്ഷിച്ചു. 2, ദൈവമക്കളുമായിട്ടുള്ള ആത്മീകരുമായിട്ടുള്ള ബന്ധം സൂക്ഷിച്ചു. 3, സമൂഹത്തിലെ ബന്ധം സൂക്ഷിച്ചു. 4, കുടുംബ ബന്ധം സൂക്ഷിച്ചു. 4 ബന്ധവും അവൾ സൂക്ഷിച്ചപ്പോൾ വിഷയത്തിന് പരിഹാരം വന്നു. വിഷയത്തിന്റെ നടുവിൽ ബന്ധങ്ങൾ അറ്റുപോകരുത്. കേട്ടോ, ഏത് വില കൊടുത്തും ദൈവിക ബന്ധവും സാമൂഹിക ബന്ധവും ആത്മീകരുമായിട്ടുള്ള ബന്ധവും കുടുംബ ബന്ധവും ദൈവമക്കൾ സൂക്ഷിക്കണം. ഈ വചനങ്ങളാൽ ഇന്ന് പകൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.